തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്ന അപ്പീൽ തള്ളി. ഇതോടെ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. ഹൈക്കോടതി വിധി എതിരായതോടെ തിരുവനന്തപുരം സെൻട്രലിൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPIM-ന്റെ ആലോചന. മയക്കുമരുന്ന് കടത്തുകേസിൽ പ്രതിയായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ കോടതിയിലിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയെന്ന കേസിൽ 3 വർഷം തടവിനാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. അപ്പീലിൽ ശിക്ഷ സ്റ്റേ ചെയ്തെങ്കിലും കുറ്റക്കാരനായി കണ്ടെത്തിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ കോടതി മരവിപ്പിച്ചിരുന്നില്ല. ഇതിനെതിരെയാണ് മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ കെട്ടിച്ചമച്ച കേസെന്നായിരുന്നു വാദം. എന്നാൽ പ്രതിയായ വിദേശിയെ രക്ഷിക്കുന്നതിന് കോടതി ജീവനക്കാരുമായി ഗൂഢാലോചന നടത്തിയത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ആന്റണി രാജുവിന്റെ വാദം മുഖവിലക്കെടുക്കാതെ ജസ്റ്റിസ് C ജയചന്ദ്രൻ ഹർജി തള്ളുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടിരുന്ന ആന്റണി രാജുവിന് ഹൈക്കോടതി വിധി കനത്ത തിരിച്ചടിയായി. അയോഗ്യത തുടരുന്നതിനാൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ LDF പ്രതിസന്ധിയിലായി. സീറ്റ് ഏറ്റെടുക്കേണ്ടെന്ന് CPIM തീരുമാനിച്ചിട്ടുണ്ട്. വിധി അനുകൂലമായാൽ ആന്റണി രാജുവിന് തന്നെ സീറ്റ് നൽകാനായിരുന്നു LDF-ലെ ധാരണ. പുതിയ സാഹചര്യത്തിൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് മുന്നണി ആലോചിക്കുന്നത്. നേരത്തെ വിജയൻ തോമസിനെ പരിഗണിച്ചിരുന്നെങ്കിലും ചർച്ച മുന്നോട്ട് പോയില്ല. ആന്റണി രാജുവിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം ഉടൻ അന്തിമ തീരുമാനമുണ്ടാകും. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.